യേശു എനിക്കെത്ര നല്ലവനാം, ക്ലേശമേശാതെന്നെ കാത്തവൻ താൻ. യേശു എനിക്കെത്ര നല്ലവനാം, ക്ലേശമേശാതെന്നെ കാത്തവൻ. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിലേവർക്കും സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. യഥാർത്ഥമായ നിത്യത എന്ത്, അഥവാ നിത്യതയിലുള്ളതായ സന്തോഷം എന്ത്, ഇത്യാദി കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ അനേക കാര്യങ്ങൾ നാം ചിന്തിച്ചു വരുന്നു. ഈ ലോകത്തിലെ നമ്മുടെ ജീവിതം വളരെ ക്ഷണികം മാത്രമാണ് എന്ന് നമുക്ക് വളരെ നന്നായിട്ടറിയാമല്ലോ. യെരുശലേം ദൈവാലയത്തെക്കുറിച്ച് ശിഷ്യന്മാര് ഒരിക്കൽ കർത്താവിനോട് അതിൻ്റെ ആ പണികളുടെ ആ ഗാംഭീര്യം എല്ലാം കാട്ടി യേശു കർത്താവിനോട് പറയുമ്പോൾ യേശു കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ വണ്ണം തകർന്നു പോകുന്ന കാലം വരുന്നു എന്ന് കർത്താവ് അവരോട് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. യോസീഫസിന്റെ രേഖകൾ പ്രകാരം യെരുശലേം ആലയം നിർമ്മാണത്തിന് ഏതാണ്ട് ഉപയോഗിച്ച കല്ലുകൾക്ക് 70 അടിയിലധികം നീളവും 10 അടി വീതിയും 8 അടി പൊക്കവും ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ കല്ലുകൾ വെകുവർണ്ണ ചായങ്ങൾ അടിച്ച് വളരെ ഭംഗിയാക്കിയിരുന്നു. എന്നാൽ AD 70 ഇപ്രകാരം ഒരു ദൈവാലയം അവിടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ യാതൊരു തെളിവുകളും അവശേഷിപ്പിക്കാതെ തന്നെ അത് തകർക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. ട്രറൻഡ്രിയാസ് കഫസ് എന്ന സൈനിക ഓഫീസറാണ് ആലയത്തിൻ്റെ അടിസ്ഥാനം കൊഴുകൊണ്ട് ഇളക്കി മറിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്രകാരം മീകാ പ്രവചനം 3:12 പറയുന്ന പ്രവചനം നിവൃത്തിയായി. അതുകൊണ്ട് നിങ്ങളുടെ നിമിത്തം സിയോൻ വയൽ പോലെ ഉഴും, യെരുശലേം കൽക്കുന്നുകളും ആലയത്തിൻ്റെ പർവ്വതം കാട്ടിലെ മേടുകൾ പോലെയും ആയിത്തീരും എന്നുള്ള പ്രവചനം അക്ഷരം പ്രതി അവിടെ നിറവേറുവാനായിട്ട് ഇടയായിത്തീർന്നു. പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യത്തിൽ അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ട് ഉണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറയുവാൻ തുനിയരുത്, ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് അവിടെയും പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അഥവാ പാരമ്പര്യത്തില് ഊറ്റം കൊണ്ട് ആ ഇസ്രായേൽ ജനം യേശുവിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്നുള്ള പാരമ്പര്യത്തിലും ആലയത്തിന്റെ താടിമോടികളിലും ഉറച്ചു നിന്ന ഇസ്രായേലിന് പറ്റിയതായ അനുഭവമാണല്ലോ ഇവിടെയെല്ലാം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇന്നും അതിൻ്റെതായ നിലകളിൽ ആ ഇസ്രായേലിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ കണ്ടു, ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലും പാലസ്തീനും തമ്മിൽ ആ പൊരിഞ്ഞ യുദ്ധത്തിൽ അനേക ആയിരങ്ങൾ ഇതിനോടകം മരണപ്പെടുവാനായിട്ട് ഈ അടുത്ത കാലത്ത് തന്നെ ഇടയായി. ഇതെല്ലാം നാം കാണുകയാണ്. റഷ്യ, ഉക്രൈൻ എന്ന് വേണ്ട ഇടങ്ങളിലെല്ലാം മനുഷ്യക്കുരുതികൾ നടന്നുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചതുപോലെ ആ വയനാടിന്റെ പ്രദേശങ്ങളിൽ ഇവിടെ അപ്രകാരം ചിലതുണ്ടായിരുന്നു. വീടുകൾ ഉണ്ടായിരുന്നു, സ്കൂളുകൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മറ്റനേക കുടുംബങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയത്തക്ക വിധത്തിൽ ഒരു കാലത്ത് യെരുശലേം ദൈവാലയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഉള്ള അനുഭവങ്ങൾ ഇന്ന് നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ നമ്മൾ കാണുകയാണ്. മറുഭാഗത്ത് മനുഷ്യൻ ദൈവഭയമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുന്നതായ കാഴ്ച. ഒരു തകർച്ച കഴിഞ്ഞു കഴിയുമ്പോൾ തന്നെ മനുഷ്യൻ അതിനെ പണിയുവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടത് വയനാടിന്റെ പ്രദേശത്ത് വസ്ത്രങ്ങളാകട്ടെ, ഭക്ഷണങ്ങളാകട്ടെ, ഇതെല്ലാം അവിടെ കുന്നുകൂടുകയാണ്. അവിടെ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഇനി അങ്ങോട്ടൊന്നും കൊണ്ടിയല്ലണ്ട, അവിടെ ടൺ കണക്കിന് തുണികൾ നശിപ്പിച്ചു കളയത്തക്ക വിധത്തിൽ കൂടിയിരിക്കുന്നു. ഭക്ഷണ സാധനങ്ങൾ, അതേപോലെ കാർഷിക വിളകൾ എല്ലാം കുന്നുകൂടിയിരിക്കുന്നു. ഇനി അതിൻ്റെ ഒന്നും ആവശ്യം അവിടെയില്ല. അപ്പോൾ തന്നെ
അനേകർ അവിടെ തകർന്നതിനേക്കാൾ വീടുകൾ 10ഉം 100ഉം വീടുകൾ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് രംഗപ്രവേശനവും ചെയ്യുന്ന കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. അതെല്ലാം വളരെ നല്ലതാണ്. നമുക്ക് മറ്റുള്ളവരോട് പ്രതിപത്തി ആവശ്യമാണ്. ഇതെല്ലാം നല്ലതാണ്. ഒരു ഭാഗത്ത് ഇങ്ങനെയുള്ള വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. മറുഭാഗത്ത് നാം നോക്കുമ്പോൾ വിഴിഞ്ഞം പദ്ധതി പോലെ തുറമുഖ പദ്ധതി, അദാനി ഗ്രൂപ്പ് എന്നൊക്കെ വേണ്ട, ഇവിടെ ഏത് കെട്ടുപണികളും ഫ്ളാറ്റുകള് അതെല്ലാം ഉയർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ പ്രിയമുള്ളവരെ, ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത് ഇത്തരണത്തിൽ ആവശ്യമാണ്. കർത്താവിനൊരാലയം ആവശ്യമില്ല, യെരൂശലേം ആലയം ആവശ്യമില്ല, മറ്റു യാതൊന്നും ആവശ്യമില്ല. എന്നാൽ കർത്താവ് വസിപ്പാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ് എന്നുള്ളതായ കാര്യം ഈ തരണത്തിൽ നാം മറന്നുപോകാതെ ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ ഹൃദയത്തിൽ യേശു കർത്താവിന് സ്ഥാനമില്ലാതെ വണ്ണം നാം മുൻപോട്ട് ഓടുന്നുവെങ്കിൽ നിശ്ചയമായും ആ ഓട്ടത്തിന് ഒരു അന്ത്യമുണ്ട്. അതേ, ബാബേൽ കോട്ട തകർത്തവനായ കർത്താവാണ് നമ്മുടെ കർത്താവ് എന്നോർക്കേണ്ടത് ആവശ്യമാണ്. ഈ ലോകത്തിൽ കുറച്ച് കാര്യങ്ങൾ നേടിക്കൊണ്ട് നിൽക്കുകയല്ല മനുഷ്യന്റെ നിത്യത. മരണാനന്തരമുള്ള നിത്യത എന്താ എന്ന് വിശുദ്ധ ബൈബിൾ നമ്മളെ വ്യക്തമാക്കി തരുന്നുണ്ടല്ലോ. അതനുസരിച്ച് മുൻപോട്ട് ഓടുവാൻ കഴിയുന്നില്ല എങ്കിൽ ഈ പണികളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ളതായ കാര്യങ്ങളും എല്ലാം തകരുക തന്നെ ചെയ്യും. ഈ ലോകം തകരുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. അഥവാ ദൈവത്തെ കൂടാതെ, ദൈവഭയമില്ലാതെ മനുഷ്യന്റെ ഓട്ടങ്ങൾക്കെല്ലാം ഒരു അന്ത്യമുണ്ട്. ആ ഓട്ടത്തിന്റെ രഥചക്രം ചിതറുന്നതാകുന്ന ഒരു സമയമുണ്ട് എന്നുള്ളത് ഓർത്തുകൊണ്ട് യഥാർത്ഥമായ ഭക്തിയോടുകൂടി, ഭയത്തോടുകൂടി നമ്മുടെ ആത്മീക ഓട്ടം ഓടുവാൻ നമുക്ക് ഇടയായി തീരട്ടെ. അതിനായി ദൈവകരങ്ങളിൽ നമ്മെ തന്നെ നമുക്ക് ഏൽപ്പിക്കാം. അതിനായിട്ട് ആത്മീക നേതൃത്വം എപ്പോഴാണെന്റെ സോദരാ മൃത്യു വരുന്നതോർക്കാകിലെന്തു കഷ്ടമേ. എപ്പോഴാണെന്റെ സോദരാ മൃത്യു വരുന്നതോർക്കാകിലെന്തു കഷ്ടമേ. ഇപ്പാരിൽ ജനങ്ങൾക്ക് തൃപ്തിയില്ലാത്ത ലോകത്തെപ്പോൾ ജീവിച്ചിട്ട്, ഇപ്പാരിൽ ജനങ്ങൾക്ക് തൃപ്തിയില്ലാഞ്ഞ ലോകത്തെപ്പോൾ ജീവിച്ചിട്ട്. ദൂരവേ അല്ല മരണം എന്നാർക്കറിയാം, ലേശം ഇല്ല സമയങ്ങൾ. ദൂരവേ അല്ല മരണം എന്നാർക്കറിയാം, ലേശം ഇല്ല സമയങ്ങൾ. രാജാക്കന്മാർ വലിയ ധീരന്മാരായവർ, രാജാക്കന്മാർ വലിയ ധീരന്മാരായവർ, തീരെ സാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും. തീരെ സാധുക്കളും ഈ ലോകം വെടിഞ്ഞു പോകും.